YS രാജശേഖര റെഡ്ഡിയുടെ മകൾ YS ശർമിള കോൺഗ്രസിൽ ചേർന്നു. ശർമിളയുടെ പാർട്ടിയായ YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ ചേർന്ന് YS ശർമിളയെ സ്വീകരിച്ചു. രാജ്യത്തെ ഒരേയൊരു മതേതര ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഒന്നായി മുന്നോട്ടു പോകുമെന്നും YSR ശർമിള പ്രതികരിച്ചു. ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ സഹോദരി YS ശർമിളയെ തന്നെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് നീക്കം. The Congress Party is still the largest secular party of our country. The Congress Party has always upheld the true culture of India. The Congress Party has built our nation foundations up. The Congress Party has unwaveringly served all communities, uniting all sections of the people of India. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ അംബുജൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുകയാണ്. അപ്പോൾ ഇരട്ട പ്രാധാന്യമുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെയും ശർമിളയുടെയും നീക്കത്തിന്റെ പ്രാധാന്യം എത്രത്തോളം? വേണു, തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രയിലും വൻ രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി തന്നെ ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ ഇപ്പോൾ ചർച്ചകൾ കഴിഞ്ഞ ഏതാനും നാളുകളായി തുടർന്നു വരികയായിരുന്നു. ഇന്നിപ്പോൾ AICC ആസ്ഥാനത്ത് വെച്ച് കോൺഗ്രസിൽ ചേർന്നു. അവരുടെ പാർട്ടി YSRTP ഇപ്പോൾ കോൺഗ്രസിൽ ലയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ശർമിളയെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. അല്പസമയം മുമ്പ് തന്നെ സോണിയാഗാന്ധിയുമായി ശർമിള കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു മതേതര പാർട്ടിയാണ് കോൺഗ്രസ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ മോദി അടക്കം പലകുറി ശർമിളയെ BJP-യിലേക്ക് അടക്കം ഒപ്പം നിർത്താൻ ശ്രമിച്ചെങ്കിൽ പോലും അവർ അന്ന് തീരുമാനമെടുത്തിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. എന്തായാലും ആന്ധ്രാപ്രദേശിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സുപ്രധാന ചുമതലകളിലേക്ക് ഒരുപക്ഷെ ശർമിളയെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒന്നുകിൽ PCC അധ്യക്ഷ സ്ഥാനം, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം അടക്കമുള്ള പല പദവികളും കൊണ്ടുവരാൻ ഇപ്പോൾ നീക്കം നടത്തുന്നുണ്ട്. എന്തായാലും തെലങ്കാനയിലെ കോൺഗ്രസ് വിജയത്തിൽ തനിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് ശർമിള ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ സുപ്രധാനപ്പെട്ട ചുമതലകൾ ഒരുപക്ഷെ ശർമിളയ്ക്ക് നൽകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്തായാലും YS വിജയമും ഒരു പക്ഷേ കോൺഗ്രസിൽ ചേരാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വൈകാതെ തന്നെ YS വിജയമും ഡൽഹിയിലെത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ഭാഗമാകുമെന്നാണ് ശർമിളയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇന്നിപ്പോൾ വ്യക്തമാക്കിയൊരു കാര്യം. അത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ നീക്കം ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ശർമിള കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത്. പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് ലയിച്ചിട്ടുണ്ട്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.